ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പ്രണയം ഉള്ളിലൊതുക്കുന്നവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള അവസരമാണിന്ന്. ഹൃദയത്തിലെ രക്തത്തുള്ളികളുടെ പനിനീർപ്പൂക്കളായി അത് വിടരുന്നു. എന്നോ ഒരിക്കൽ കൊഴിഞ്ഞുപോയാലും മനസ്സിന്റെ ചുവപ്പിന്റെ അടയാളമായി അത് മാറുന്നു. മനസ്സിൽ മരിച്ചിട്ടില്ലാത്ത പ്രണയം സൂക്ഷിക്കുന്നവർക്കായുള്ള പ്രണയദിന വിശേഷങ്ങൾ കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO അസോസിയേഷൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും. സംസ്ഥാനത്ത് 20% പോലീസ് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി മനുഷ്യാവകാശ കമ്മീഷൻ. പ്രണയിക്കുന്നവർക്കായി മറ്റൊരു വാലന്റൈൻസ് ഡേ കൂടി. മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്നവർക്കും പ്രണയം പറയാൻ വെമ്പുന്നവർക്കുമുള്ള ദിനം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 20% പോലീസ് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ടി മോഹൻദാസ്. ക്രമസമാധാനം നിലനിർത്തുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗസ്റ്റ് ഹൌസിൽ നടന്ന മനുഷ്യാവകാശ സിറ്റിംഗിൽ 45 കേസുകളാണ് പരിഗണിച്ചത്. പുതിയതായി 6 കേസുകളും ഏറ്റെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തിൽ 20% പോലീസ് അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് കേസുകളെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ പി മോഹൻദാസ് പറഞ്ഞു. പോലീസ് ക്രമസമാധാനം നിലനിർത്തുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട്. പോലീസിനെതിരെയുള്ള പരാതികൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷൻ, ശമ്പളം തുടങ്ങിയ ലഭിക്കാത്തവരും സ്ഥാപനങ്ങളിൽ ലീവ് അനുവദിച്ചു കിട്ടാത്തവരുമാണ് കമ്മീഷനിൽ പരാതികളുമായി എത്തിയത്. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള പരാതികൾ 12 എണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO അസോസിയേഷൻ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ പരിപാടി സംസ്ഥാന സെക്രട്ടറി AM ജാഫർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മാസം സർക്കാർ ഇറക്കിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉത്തരവിൽ അപാകതകളുണ്ടെന്നാണ് സമരക്കാർ ആരോപിക്കുന്നത്. ജീവനക്കാർക്കാവശ്യമായ തസ്തികകൾ KASൽ സൃഷ്ടിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. KAS അപാകതകൾ പരിഹരിച്ച് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിലാണ് കേരള NGO അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തിയത്. പരിപാടി സംഘടനാ സംസ്ഥാന സെക്രട്ടറി AM ജാഫർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. ചില അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാസ് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട സംഘടന NGO അസോസിയേഷന്റെ ഇന്നത്തെ നിലപാടെന്താ? ഇന്നും NGO അസോസിയേഷൻ അതേ നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വിളിച്ച മുദ്രാവാക്യം അധികാരത്തിലായാലും നമ്മുടെ നിലപാടുകൾക്ക് മാത്രമല്ല, നമ്മുടെ മുദ്രാവാക്യങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പുറകോട്ട് പോകുന്നില്ല. അവിടെയാണ് NGO അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി വരുന്നത്. നമ്മൾ ഇന്നും കാസിനെ അനുകൂലിക്കുന്നു, കാസ് ഇവിടെ നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. ജില്ലാ പ്രസിഡന്റ് MA ഖാദർ, TV രാംദാസ്, M പ്രകാശൻ, MT മധു, D ദേവി തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. KASലേക്ക് ആവശ്യമായ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക, സ്പെഷ്യൽ റൂൾസ് രൂപീകരണം സംബന്ധിച്ച് പൊതു സർവീസ് സംഘടനകളുമായി ചർച്ച നടത്തുക തുടങ്ങിയവയാണ് സമരക്കാരുടെ സുപ്രധാന ആവശ്യങ്ങൾ. സർക്കാർ നടപടി സ്വീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നത്. ഈ ഭൂമിയിൽ പ്രണയിക്കാത്തവരായി ആരുമുണ്ടാകില്ല. ഒരിക്കലെങ്കിലും പ്രണയത്തിന്റെ മാധുര്യവും കയ്പും പലരും രുചിച്ചിട്ടുണ്ടാകും. നഷ്ടപ്പെട്ട പ്രണയങ്ങളെ ഓർമ്മപ്പെടുത്താനും പുതിയതിനെ കണ്ടെത്താനുമായി ഒരു ദിനം. പ്രണയദിനത്തിലെ ഒരു റിപ്പോർട്ടിലേക്ക്.
അങ്ങനെ ഒരു പ്രണയദിനം കൂടി കടന്നുവരുന്നു. പ്രണയമുള്ളവന് അത് തുറന്നു പറയാനും ആഘോഷിക്കാനും ഒരു ദിനം. കമിതാക്കൾക്കാണെങ്കിൽ പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനുള്ള ദിനം. ഇനി പ്രണയം ഇല്ലാത്തവർക്കാകട്ടെ കരിങ്കൊടി കാണിക്കാനും ഏകനായി ജീവിക്കുന്നതിന്റെ ത്രില്ല് മറ്റുള്ളവരെ അറിയിക്കാനുമുള്ള തത്രപ്പാട്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ പ്രണയത്തിന് ഓരോരോ നിർവചനങ്ങളാണ്. പ്രണയത്തിനായി ജീവിതം ഹോമിച്ച വാലന്റൈൻസിന്റെ ഓർമ്മയ്ക്കുള്ള ദിനം കാലങ്ങൾക്കിപ്പുറം പുതുതലമുറയ്ക്കും അല്പം പൈങ്കിളി തന്നെയാണ്. പ്രണയത്തിനായി ത്യാഗം ചെയ്യുന്നവരും ഒന്നുവിട്ട് മറ്റൊന്നിൽ അഭയം തേടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. മധുരം നുണഞ്ഞ് മണൽക്കാറ്റിൽ പ്രണയം പൂവിടുന്ന പൂമരത്തിൻ ചുവടുകളാണ് ഈ നാളുകളിൽ സുലഭമായി കാണുന്നത്. അളക്കാനാവാത്ത സ്നേഹത്തെ കടലാസ് തുമ്പിലും മൊബൈലിലെ ഇൻബോക്സിലേക്കും നിറയ്ക്കാൻ ശ്രമിക്കുന്ന പുതുതലമുറ പലപ്പോഴും മറക്കുന്നതും ഇത്തരം സ്മരണകളാണ്. യഥാർത്ഥ പ്രണയത്തെ ഒരു അസ്തമയത്തിനു ശേഷം മറക്കാനുള്ള മനസ്സുള്ളവർക്കു മുന്നിൽ പ്രണയം ഇന്ന് ഹോമിക്കപ്പെടുന്നു. അസ്തമയ കാഴ്ചകൾക്ക് മുമ്പ് പൊലിയാത്ത പുതിയൊരു പ്രണയം എന്നെങ്കിലും നിങ്ങളെയും തേടിയെത്തട്ടെ. ആരോടും തോന്നാത്തൊരിഷ്ടം, ആദ്യമായി തോന്നിയൊരിഷ്ടം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ടെലികോം എംപ്ലോയീസ് ദേശീയ നിർവാഹക സമിതി യോഗത്തിന് സമാപനം. സമാപന പരിപാടി അഖിലേന്ത്യാ പ്രസിഡന്റ് ഇസ്ലാം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്നുവന്ന നാഷണൽ ഫെഡറേഷൻ ഓഫ് ടെലികോം എംപ്ലോയീസ് ദേശീയ നിർവാഹക സമിതി യോഗത്തിന് സമാപനമായി. കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നുവന്നത്. ടൌൺഹാളിൽ നടന്ന സമാപന പരിപാടി അഖിലേന്ത്യാ പ്രസിഡന്റ് ഇസ്ലാം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ചന്ദേശ്വർ സിംഗ് അധ്യക്ഷനായിരുന്നു. പൊതുമേഖലയെ തകർക്കാനുള്ള സർക്കാരിന്റെ നയങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ പ്രവർത്തനങ്ങൾ ഏകീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. BSNL एक ऐसी कंपनी है जो सरकार का 100% टैक्स चुकाती है. There is no any telecom company जो 100% टैक्स चुकाती है. हम कॉमरेड ग्लोरी करते हैं इस बात की. ചടങ്ങിൽ NJ ബാഠ്യ, ലളിത ജി നായർ, KS ശേഷാദ്രി തുടങ്ങിയവർ സംബന്ധിച്ചു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 180 പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. BSNLനെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ, കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കുന്ന കേന്ദ്ര നയങ്ങൾ എന്നിവ സംബന്ധിച്ച് യോഗത്തിൽ കൃത്യമായ അവലോകനം നടന്നുവെന്നാണ് സൂചന. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽ പുതുതായി നിശ്ചയിച്ച കെട്ടിട നികുതി വർധനവ് തികച്ചും അന്യായമാണെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ബേപ്പൂർ, ചെറുവണ്ണൂർ, നല്ലളം, എലത്തൂർ പഞ്ചായത്തുകളെ പുതിയ നികുതിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നികുതി പുതുക്കിയ കാര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഒന്നും പാലിച്ചിട്ടില്ല എന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പാർപ്പിട, വാണിജ്യ, ഹോട്ടൽ, ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ വിവിധയിനം നികുതികൾക്ക് ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ നിരക്കിന്റെ ഇടയിൽ നികുതികൾ വർദ്ധിപ്പിക്കാമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. ചില കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഏറ്റവും കുറഞ്ഞ നികുതിയാണ് വർദ്ധിപ്പിച്ചത്. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും കൂടിയ നികുതിയാണ് ചുമത്തിയതെന്നും കെട്ടിട ഉടമകൾ പറഞ്ഞു. കൂടിയ നികുതി ഈടാക്കിയാൽ തന്നെ അധികം വാങ്ങിയ തുക അടുത്ത വർഷത്തേക്ക് അഡ്വാൻസായി വെക്കണം. പുതുതായി കൂട്ടിച്ചേർത്ത ബേപ്പൂർ, ചെറുവണ്ണൂർ, നല്ലളം, എലത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളെ പുതിയ നികുതി വർധനവിൽ നിന്നും ഒഴിവാക്കണം. മറ്റു ഗ്രാമപഞ്ചായത്തുകളിലെ നികുതി മാത്രമേ ഈ പഞ്ചായത്തുകളിലും ബാധകമാക്കാവൂ എന്നും കോഴിക്കോട് കോർപ്പറേഷന്റെ പുതിയ നികുതി വർധനവ് പുനഃപരിശോധിച്ച് ചർച്ച ചെയ്ത് അഭിപ്രായ സമന്വയമുണ്ടാക്കി പുതിയ ഉത്തരവിറക്കണമെന്നും കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി മഹോത്സവം ഈ മാസം 17 വെള്ളിയാഴ്ച കൊടിയേറുന്നു. ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 7:30 മണിക്കായിരിക്കും കൊടിയേറ്റം. തുടർന്ന് ഗംഭീര കരിമരുന്ന് പ്രയോഗവും, അത്താഴപൂജ, ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്കായി ഗംഭീര കൊടിയേറ്റ സദ്യയും ഉണ്ടാവുന്നതാണ്. തുടർന്ന് രാത്രി 9 മണിക്ക് നിരവധി ഹിറ്റ് ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ PA ജയചന്ദ്രൻ നയിക്കുന്ന മെഗാ ഗാനമേള. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി മഹോത്സവം
വെള്ളമില്ലായ്മയിൽ വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിന് ഹോമിയോ അഗ്രോ കെയർ. കീടങ്ങൾ, വൈറസ് രോഗങ്ങൾ, വന്യമൃഗങ്ങൾ, ക്ഷുദ്രജീവികൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം. ഹോമിയോ അഗ്രോ കെയർ. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രശ്നമേയല്ല. എല്ലാവിധ കൃഷികൾക്കും സൂക്ഷിപ്പുകാലത്തിനും പ്രകൃതി സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും കീടനാശിനിയോ ഘനലോഹങ്ങളോ ഇല്ലാത്ത വിളകൾക്കും സുരക്ഷിതമായ നാനോ മരുന്നാണ് ഹോമിയോ അഗ്രോ കെയർ. ഉൽപാദകർ നാനോ മിനി ഫാർമ LLP, ജവഹർ നഗർ, കോഴിക്കോട്. മൊബൈൽ 9447177058, 9495977058, 0495277058. ഇമെയിൽ minifarma@gmail.com. നിനക്ക് പുതിയ നെക്ലസ്. നൈസ്. ഇതതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ്. കൊള്ളാം. ഹലോ. Really? Thank you. Yes. എന്താ ഉണ്ടായേ? നമുക്ക് ഗോൾഡ് ബാർ കിട്ടി. ലക്കി ഡ്രോയിൽ. അത് എനിക്കല്ലേ? For me, please. ആഭരണങ്ങളുടെ ഉത്സവം. 15 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓരോ പർച്ചേസിനും ഒപ്പം നേടും അഷ്വർഡ് ഗിഫ്റ്റ്. പ്രതിവാരം ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് ബാർ നേടാൻ അവസരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പ്രശസ്ത ഫുട്ബോൾ കളിക്കാരനും KSEB ബേപ്പൂർ സെക്ഷൻ ജീവനക്കാരനുമായ കളത്തിങ്ങൽ നരേന്ദ്രന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ N. സതീഷ് അധ്യക്ഷനായിരുന്നു. പ്രശസ്ത ഫുട്ബോളറും KSEB ജീവനക്കാരനുമായ കളത്തിൽ നരേന്ദ്രന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. ബേപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കൌൺസിലർ N. സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. നമുക്ക് വലിയ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ വലിയൊരു ഇതില്ലെങ്കിലും അവരെ തൊട്ടറിഞ്ഞ അല്ലെങ്കിൽ അവർ കഴിവെച്ചിട്ടുള്ള ആ രംഗത്തുണ്ടായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇന്ന് മറക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ്. KSFA സംസ്ഥാന സെക്രട്ടറി രാജേന്ദ്രൻ, GHSS ബേപ്പൂർ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ, ഫുട്ബോൾ അക്കാദമി പ്രസിഡന്റ് സാദിൽ PK, സക്കീർ, NP ദാമോദരൻ, നിഫാസ് റഹ്മാൻ, മൻസൂർ, പ്രസാദ്, സായി മാസ്റ്റർ, സുനിൽ കുമാർ, ഷഫീഖ്, ബാലഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരായ SFI അതിക്രമങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബഹുജന മാർച്ച് നടത്തും. ഫെബ്രുവരി 15-നാണ് മാർച്ച് നടത്തുക. മടപ്പള്ളി കോളേജ് ജനാധിപത്യവൽക്കരിക്കുക എന്നതാണ് പ്രധാന ആവശ്യം. നമ്മുടെ ലോ അക്കാദമി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രകടനം നടത്തി. ആ പ്രകടനത്തിന് നേരെ SFI അക്രമം അയച്ചുവിട്ടു. അതിൽ ഏതാണ്ട് വിദ്യാർത്ഥികളടക്കമുള്ള 4ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു, ആസ്പത്രിയിലായി. അവർ സ്വാഭാവികമായിട്ടും അവർ കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തതിൻ്റെ പ്രതികാര നടപടി പിന്നീട് വീണ്ടും ആ കേസ് കൊടുത്ത വിദ്യാർത്ഥികൾ പിന്നീടും ആക്രമിക്കപ്പെടുകയുണ്ടായി. കോളേജിലെ SFIയുടെ ആക്രമണങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് ഇൻക്വിലാബ് പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടത് എന്ന് ജനാധിപത്യ സംരക്ഷണ വേദി പ്രവർത്തകർ പറഞ്ഞു. പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന സ്ത്രീവിരുദ്ധ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. SFI പോലീസ് കോളേജ് ഒത്തുകളി അവസാനിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കണമെന്നും കോളേജ് ജനാധിപത്യവൽക്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഫെബ്രുവരി 15-ന് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലേക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബഹുജന മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികളായ FM അബ്ദുള്ള, മുസ്തഫ പാലാഴി എന്നിവർ പറഞ്ഞു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ടെലികോം എംപ്ലോയീസ് ദ്വിദിന ദേശീയ നിർവാഹക സമിതി യോഗത്തോടനുബന്ധിച്ച് കോഴിക്കോട് അബ്ദുൾ നാസറിന്റെ ഗസൽ സന്ധ്യ അരങ്ങേറി. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ടെലികോം എംപ്ലോയീസ് ദ്വിദിന ദേശീയ നിർവാഹക സമിതി യോഗം ഫെബ്രുവരി 13-ന് ടൗൺ ഹാളിൽ തുടക്കമായി. രാവിലെ നടന്ന ചടങ്ങ് IATC ദേശീയ സെക്രട്ടറി അമർജിത് കൌർ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അഖിലേന്ത്യാ പ്രസിഡന്റ് ഇസ്ലാം അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ചന്ദ്രേശ്വർ സിംഗ്, ബിനോയ് വിശ്വം, BSNL കോഴിക്കോട് DGM സാനിയ, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ ലതിക ജി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വൈകിട്ട് കോഴിക്കോട് അബ്ദുൽ നാസറിന്റെ ഗസൽ സന്ധ്യയും അരങ്ങേറി.
2016 ഇലവുമൂട്ടിൽ ശിവരാമപിള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. BM സുഹറ, മഞ്ജു വെള്ളായണി, ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി എന്നിവർ അവാർഡിന് അർഹരായി. ഫെബ്രുവരി 19 കോഴിക്കോട്ട് അവാർഡുകൾ സമ്മാനിക്കും. 2016 ഇലവുമൂട്ടിൽ ശിവരാമപിള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് എഴുത്തുകാരിയായ BM സുഹ്റയും കവിതയ്ക്ക് മഞ്ജു വെള്ളായണിയും ഗ്രന്ഥങ്ങൾക്കുള്ള പ്രത്യേക പുരസ്കാരത്തിന് ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരിയും അർഹരായി. കേരളത്തിന്റെ നാടക ചരിത്ര വഴികളിൽ കലാകാരൻ എന്ന നിലയിലും മഹാത്മാ മെമ്മോറിയൽ നാടക കമ്പനി ഉടമ എന്ന നിലയിലും പ്രശസ്തനായിരുന്ന ഇലവുമൂട്ടിൽ ശിവരാമപിള്ളയുടെ സ്മരണാർത്ഥം വർഷാവർഷം നൽകിവരുന്ന അവാർഡാണിത്. സമഗ്ര സംഭാവനയ്ക്ക് 10,111 രൂപയും മറ്റ് അവാർഡുകൾക്ക് 10,001 രൂപയും ആർട്ടിസ്റ്റ് KP മുരളീധരൻ വരച്ച പ്രശസ്തി പത്രവും മൊമന്റോയുമാണ് നൽകുന്നത്. പുരസ്കാരങ്ങൾ ഫെബ്രുവരി 19 അളകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് ഇലവുമൂട്ടിൽ ശിവരാമപിള്ള സ്മാരക സമിതി ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഹരിത കേരള മിഷന്റെ പ്രചരണാർത്ഥം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന 2ാം ഘട്ട പ്രചരണ യാത്രയ്ക്ക് ജില്ലയിൽ തുടക്കമായി. തിരുവണ്ണൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജലാശയങ്ങളുടെ സംരക്ഷണം, ജൈവ പച്ചക്കറി കൃഷിയുടെ പ്രോത്സാഹനം, നെൽവയലുകളുടെ പുനർജീവനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഹരിത കേരള മിഷന്റെ പ്രചരണാർത്ഥം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന 2ാം ഘട്ട പ്രചരണ യാത്രയ്ക്ക് ജില്ലയിൽ തുടക്കമായി. തിരുവണ്ണൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ അധ്യക്ഷത വഹിച്ചു. M സബിത ശേഖർ, K ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പ്രചരണ സംഘം പര്യടനം നടത്തി. നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രഭാഷ ഇംഗ്ലീഷ്. നമ്മുടെ രാഷ്ട്രഭാഷ ഇംഗ്ലീഷാണ്. നമ്മുടെ രാഷ്ട്രഭാഷ ഇപ്പോഴും ഹിന്ദിയാണ്. നിങ്ങൾ പറഞ്ഞത് ഹിന്ദിയല്ലേ? ഞാനിപ്പോ ഹിന്ദിയിലായെന്ന പേര് പറഞ്ഞു. എന്നാൽ എന്റെ പേര് കേട്ടോ പട്ടായടിച്ച് പൊട്ടക്കിടത്തിൽ 8 ദിവസം കിടന്ന് അട്ടക്കുളത്തിൽ കുട്ടാപ്പ് മകൻ കിട്ടും. കോഴിക്കോട് സെന്റ് ആഞ്ചലസ് UP സ്കൂളിൽ പ്രധാന അധ്യാപിക സിസ്റ്റർ ഡിവോണയുടെ നേതൃത്വത്തിൽ പ്രചരണ യാത്രയ്ക്ക് സ്വീകരണം നൽകി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി മഹോത്സവം ഈ മാസം 17 വെള്ളിയാഴ്ച കൊടിയേറുന്നു. ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 7:30 മണിക്കായിരിക്കും കൊടിയേറ്റം. തുടർന്ന് ഗംഭീര കരിമരുന്ന് പ്രയോഗവും അത്താഴപൂജ, ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്കായി ഗംഭീര കൊടിയേറ്റ സദ്യയും ഉണ്ടാവുന്നതാണ്. തുടർന്ന് രാത്രി 9 മണിക്ക് നിരവധി ഹിറ്റ് ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ P. ജയചന്ദ്രൻ നയിക്കുന്ന മെഗാ ഗാനമേള. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി മഹോത്സവം. വാർത്തകൾ തുടരുന്നു. യഥാർത്ഥ വർഗീയ ഭീഷണി തിരിച്ചറിയാൻ UDF-നും ഘടകകക്ഷികൾക്കും സാധിക്കുന്നില്ലെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. NGO യൂണിയൻ 54ാം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ വർഗീയ നയങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കാനും സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാനും ആഹ്വാനം ചെയ്ത NGO യൂണിയൻ 54ാം ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. NGO യൂണിയൻ ജില്ലാ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 10 ഏരിയകളിൽ നിന്നായി 5000-ഓളം ജീവനക്കാർ പങ്കെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുജാത കുടത്തിങ്ങൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK ഷീജ, സംസ്ഥാന കമ്മിറ്റി അംഗം M മുരളീധരൻ, P. സത്യൻ, P. അജയ്കുമാർ, TA അഷ്റഫ്, P. രവീന്ദ്രൻ, PP സന്തോഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വൈകിട്ട് മുതലക്കുളത്ത് നടന്ന പൊതുസമ്മേളനം മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥ വർഗീയ ഭീഷണി തിരിച്ചറിയാൻ UDF-നും ഘടകകക്ഷികൾക്കും സാധിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഭരണകൂടത്തിൽ നിന്നും വരുന്ന വർഗീയ നീക്കങ്ങളെ ഗൌരവപരമായി മതനിരപേക്ഷത തകർന്നാൽ മഹത്തായ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കില്ല.
വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ ആക്രമം അഴിച്ചുവിട്ട് കേരളത്തിന്റെ മഹത്തായ സംസ്കാരം തകർക്കുകയാണ് ബിജെപി. സാഹിത്യകാരൻ സാമ്പത്തിക കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞ് MTയെ എതിർത്തതും കമലിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധ നൃത്തം ചവിട്ടിയതുമെല്ലാം സംഘപരിവാർ തങ്ങൾക്കെതിരെയുള്ള നിലപാടുകളെ പരിഹസിക്കുന്നതിന് ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുകയാണ്. വർഗീയതയ്ക്കെതിരായി പ്രതികരിക്കാൻ പാടില്ല, അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്ന ഫാസിസത്തിന്റെ മുഖം നമുക്ക് അനുഭവപ്പെടുകയാണ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P. അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, CIT ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ, NG യൂണിയൻ സംസ്ഥാന സെക്രട്ടറി K. സുന്ദരരാജ്, ജില്ലാ സെക്രട്ടറി P. സത്യൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. വിവാഹ ഏജന്റുമാർക്കും വിവാഹ ഏജൻസികൾക്കും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ഏജന്റ്സ് അസോസിയേഷൻ യോഗം ആവശ്യപ്പെട്ടു. യോഗം സംസ്ഥാന സെക്രട്ടറി KM രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവാഹ ഏജന്റുമാർക്കും വിവാഹ ഏജൻസികൾക്കും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലയിലെ മെമ്പർമാരുടെ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് ശിക്ഷക് സദൻ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന യോഗം സംസ്ഥാന സെക്രട്ടറി KM രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുണ്ടായത്തോട് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് C. ശശിധരൻ അധ്യക്ഷനായിരുന്നു. സമീർ K. മലപ്പുറം, ശ്രീദേവി PM, KV ശൈലജ സുരേഷ്, വിജി ജനാർദ്ദനൻ, K. നാരായണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ സുജാത C. നന്ദിയും പറഞ്ഞു. SPB at 71 ഇളയനില പൊഴികിറത് സംഗീത പരിപാടി ഫെബ്രുവരി 16 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 10 മുതൽ രാത്രി 10 വരെ നടക്കുന്ന സംഗീത വിരുന്നിൽ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ 71 ഗാനങ്ങൾ ആലപിക്കും. SP ബാലസുബ്രഹ്മണ്യം എന്ന ഗായകൻ 71 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന 2017 അദ്ദേഹത്തിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി കോഴിക്കോടിന്റെ പ്രിയ ഗായകൻ ജൂനിയർ SPB എന്നറിയപ്പെടുന്ന മനോജ് കുമാർ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ വിവിധ ഭാഷകളിലെ 71 ഗാനങ്ങൾ ആലപിക്കുന്നു. ഫെബ്രുവരി 16 രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ടൗൺ ഹാളിലാണ് SPB at 71 ഇളയനില പൊഴികിറത് എന്ന സംഗീത പരിപാടി നടക്കുക. കോഴിക്കോട്ടെ 40ഓളം വരുന്ന കലാകാരന്മാർ പിന്നണിയൊരുക്കും. SPB at മ്യൂസിക് ലവേഴ്സ് കാലിക്കറ്റ് ആണ് പരിപാടി സംഘടിപ്പിക്കുക എന്ന് കൈതപ്രം വിശ്വനാഥൻ, ഡൊമിനിക് മാർട്ടിൻ, ശശി കൃഷ് തുടങ്ങിയവർ പറഞ്ഞു. ബേപ്പൂർ BC റോഡ് പള്ളിയറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വർണ്ണമനോഹരമായ താലപ്പൊലിയിൽ നിരവധി ഭക്തരാണ് അണിനിരന്നത്. ഫെബ്രുവരി 10 ആഘോഷവരവോടെ ആരംഭിച്ച ബേപ്പൂർ BC റോഡ് പള്ളിയറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറതാലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. 3 ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിന് ഞായറാഴ്ച ദണ്ഡൻ കർമ്മത്തോടെയായിരുന്നു സമാപനം. ഉത്സവത്തോടനുബന്ധിച്ചൊരുക്കിയ താലപ്പൊലിയിൽ നിരവധി പേരാണ് അണിനിരന്നത്. അന്തിവെള്ളാട്ട്, തിറയാട്ടം, ചാന്താട്ടം തുടങ്ങിയവയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊണ്ടാടി. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പൊങ്കാല സമർപ്പണത്തിലും ഭക്തരുടെ പ്രവാഹമായിരുന്നു. പണിക്കർ സർവീസ് സൊസൈറ്റി 11ാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 1-2 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. പണിക്കർ സർവീസ് സൊസൈറ്റിയുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സമ്മേളനം വിശദമായ ചർച്ചകൾ നടത്തും. ഗണകൻ, കണിശൻ, കണിയാൻ, കണിയാർ, കളരിക്കുറുപ്പ്, കളരിപ്പണിക്കർ, ബലിയ എന്നിങ്ങനെ കേരളത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരേ സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും കോർത്തിണക്കിയാണ് പണിക്കർ സർവീസ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. സംവരണത്തിന്റെ കാര്യത്തിൽ ഭരണഘടനാ വിവേചനം അവസാനിപ്പിക്കുക, സാമൂഹിക സാമ്പത്തിക സർവേ ഉടൻ നടത്തുക, ദേവസ്വം ബോർഡുകളിൽ മെമ്പർ സ്ഥാനവും നിയമനങ്ങളിൽ 10% സംവരണവും അനുവദിക്കുക, ദേവസ്വം ബോർഡുകളിൽ ദൈവജ്ഞൻ തസ്തിക സൃഷ്ടിക്കുക, കുട്ടികൾക്കുള്ള ലംസം ഗ്രാന്റ് 250 നിന്നും 750 രൂപയായി ഉയർത്തുക തുടങ്ങിയ നിരവധി സുപ്രധാന ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാർ ട്രസ്റ്റിന്റെ 11ാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 1-2 തീയതികളിൽ കോഴിക്കോട്ട് നടത്തുമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാർ ട്രസ്റ്റ് ചെയർമാൻ ബേപ്പൂർ TK മുരളീധരൻ പണിക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് മിഡ് ടൗൺ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി സ്വാവലംബൻ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ പോളിസി തുക കൈമാറൽ ഫെബ്രുവരി 17 റോട്ടറി ഗവർണർ ഡോക്ടർ ജയപ്രകാശ് ഉപാധ്യായ നിർവഹിക്കും. മലബാർ ബദിര അസോസിയേഷൻ കോഴിക്കോടും റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് മിഡ് ടൗൺ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്വാവലംബൻ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം 2 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പുതിയ ദേശീയ പദ്ധതിയാണ് സ്വാവലംബൻ ഇൻഷുറൻസ് പദ്ധതി.
സ്വാവലംബൻ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 17 മലബാർ പീപ്പിൾസ് പ്ലാൻ പ്രൊജക്ട് ഫോർ ദ ഡഫ് ഓഫീസ് ഹാളിൽ നടക്കും. കോമ്പസിറ്റ് റീജിയണൽ സെന്റർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉദ്ഘാടനവും സ്വാവലംബൻ ഇൻഷുറൻസ് പോളിസി തുക കൈമാറലും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജയപ്രകാശ് ഉപാധ്യ നിർവഹിക്കും. ന്യൂ ഇന്ത്യ അഷുറൻസ് ഡിവിഷണൽ മാനേജർ ജിജ പി ഏറ്റുവാങ്ങും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. അൽഫറൂഖ് റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സബ് ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ KV കുഞ്ഞഹമ്മദ് കോയ അധ്യക്ഷനായിരുന്നു. ഫിംസ് ഡയറക്ടർ സജി കുര്യാക്കോസ് ആനുവൽ ഡേ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ അമീദ് അലി യഹിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ V വീരാൻ ആലുമിനി വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു. AK അബ്ദുൾ റഹീം, V വിജീഷ് എന്നിവർ സംസാരിച്ചു. മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO അസോസിയേഷൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും. സംസ്ഥാനത്ത് 20% പോലീസ് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി മനുഷ്യാവകാശ കമ്മീഷൻ. പ്രണയിക്കുന്നവർക്കായി മറ്റൊരു വാലന്റൈൻസ് ഡേ കൂടി. മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്നവർക്കും പ്രണയം പറയാൻ വെമ്പുന്നവർക്കുമുള്ള ദിനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotico. We will treat you.